ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്. വിശുദ്ധരുടെ കഥകൾ കേട്ട് കേട്ട് നമുക്കും വിശുദ്ധരായി മാറാം. ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു വിശുദ്ധനെ കുറിച്ചാണ്. വിശുദ്ധന്റെ കഥ. ഈ വിശുദ്ധന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, മരണത്തിന് 4 ദിവസം മുമ്പ് സ്വന്തം മരണം പ്രവചിച്ച വിശുദ്ധനാണ്. വിശുദ്ധൻ ആരുടെയെങ്കിലും തലയിൽ കൈവയ്ക്കുകയോ കുരിശ് വരയ്ക്കുകയോ ചെയ്താൽ അത്ഭുതം സംഭവിച്ചിരുന്നു. ബൈ ലൊക്കേഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് 2 സ്ഥലത്തിലായിരിക്കാനുള്ള ഒരു പ്രത്യേക കൃപ ലഭിച്ചിരുന്നു. അപ്പൊ ഈ വിശുദ്ധൻ ആരാ? വിശുദ്ധന്റെ പേര് വിശുദ്ധ മാർട്ടിൻ ഡി പോറസ്. 16-ാം നൂറ്റാണ്ടില് പെറു എന്ന ചെറിയ രാജ്യത്തിലെ ജനിച്ചു വളർന്ന വിശുദ്ധൻ ഒരു നീഗ്രോക്കാരനായിരുന്നു. ഒരു കറുത്ത മനുഷ്യനായിരുന്നു. ഈ വിശുദ്ധന്റെ പപ്പ എന്ന് പറയുമ്പോൾ യൂറോപ്യൻ സൈന്യനും ഒരു പ്രഭുവുമായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഡോൺ ഡി പോറസ് ആയിരുന്നു. അമ്മ അന്ന വെലൻസ്ക്യൂ. അമ്മ കറുത്ത വർഗ്ഗക്കാരി, പപ്പ വെളുത്ത വർഗ്ഗക്കാരൻ. അപ്പൊ ഇവര് തമ്മിൽ കല്യാണം കഴിച്ചു. പക്ഷെ കല്യാണം ആർക്കും ഇഷ്ടപ്പെട്ടില്ല, കുടുംബക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല, നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അച്ഛനെ പരിഹസിക്കാൻ തുടങ്ങി. ഒടുവിൽ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും ഒക്കെ കാരണം പിന്നെ ഇദ്ദേഹത്തിന്റെ പദവിക്ക് ഉയർന്ന പദവി കിട്ടാൻ തടസ്സമാകുന്നത് കൊണ്ടും അമ്മയെയും മക്കളെയും അദ്ദേഹം ഉപേക്ഷിച്ചു. അപ്പൊ പാവം അമ്മ ഇനി എന്ത് ചെയ്യും? മക്കളെ തുണി അലക്കുന്ന ജോലിയിൽ ഏർപ്പെടുകയും അങ്ങനെ സമ്പാദിച്ച് മക്കളെ വളർത്തുകയും ചെയ്തു. വളരെ ദാരിദ്ര്യത്തിലായിരുന്നു ജനിച്ചു വളർന്നത്. ഇവൻ കുറച്ചുകൂടി വളർന്നപ്പോൾ അപ്പന് ദൈവാനുഗ്രഹം കൊണ്ട് ഇവർ താമസിക്കുന്ന ലിമ എന്ന പ്രദേശത്തേക്ക് ട്രാൻസ്ഫറായി വരികയും കുറച്ചു കാലം മക്കളോടും അമ്മയോടും താമസിക്കുകയും ആ താമസിക്കുന്ന കാലയളവിൽ മകന്റെ സ്വപ്നം മനസ്സിലാക്കുകയും അദ്ദേഹത്തെ ഒരു ഡോക്ടറാകാൻ പരിശീലിപ്പിക്കാൻ വേണ്ടി ഒരു ഡോക്ടറിന്റെ കീഴിലാക്കുകയും ചെയ്തു, ഇളയച്ചന്റെ കെയർ ഓഫില്. അപ്പൊ ഈ സമയത്ത് ഇദ്ദേഹം ദൈവത്തിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ മാർട്ടിൻ ഡി പോറസിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കുരിശുരൂപത്തിന്റെ മുമ്പിൽ മെഴുകുതിരി കത്തിച്ച് എപ്പോഴും മുട്ടുകുത്തി പ്രാർത്ഥിക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനെ ദൈവം പടിപടിയാ ഉയർത്തും. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ദൈവം കൊണ്ടുപോയി നിർത്തും. അതിന്റെ ഉദാഹരണമാണ് മാർട്ടിൻ ഡി പോറസ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ആ വൈദ്യ പരിശീലനത്തില് എക്സലന്റ് ആയി ഡോക്ടറിനേക്കാളും ഗുരുവിനേക്കാളിലും വേഗം സൗഖ്യം കൊടുക്കുന്ന, മുറിവുണക്കുന്ന ഒരു ഡോക്ടറായി അറിയപ്പെടുകയും ചെയ്തു. ശിഷ്യനാണ്. പക്ഷെ മാർട്ടിന്റെ ആഗ്രഹം ഒരു ആശ്രമത്തിൽ ചേരണം. ആശ്രമത്തിൽ ചേർന്ന ഒരു വൈദികനാണ് ആകാനുള്ള യോഗ്യതൊന്നും എനിക്കില്ല, പക്ഷേ എനിക്കൊരു വൃത്യനായി ആശ്രമത്തിൽ ജീവിക്കണമെന്നാണ് പോറസിന്റെ ആഗ്രഹം. പക്ഷെ അമ്മയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. കാരണം അവൻ വൈദ്യനായി വരുന്നത് കാണാൻ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. സമൂഹത്തിൽ ഒരു വിലയും നിലയൊക്കെ ഉള്ള പോസ്റ്റല്ലേ. പക്ഷെ മകന്റെ ആഗ്രഹം മാനിച്ച് അവസാനം അമ്മയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു. അവൻ ഒരു ഡൊമിനിക്കൻ ആശ്രമത്തിൽ ചേർന്നു ഭൃത്യനായി. അപ്പോൾ പറമ്പ് വൃത്തിയാക്കുക, പൂന്തോട്ടം നനയ്ക്കുക, ചെടികൾ നോക്കുക, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ജോലികൾ. മൃഗങ്ങളെയൊക്കെ പരിചരിക്കുക. ഒരിക്കല് ഒരു സംഭവം പറയുന്നത്, നമ്മുടെ ചാപ്പലില് പള്ളിയില് വിശുദ്ധമായിട്ടുള്ള തിരുവസ്ത്രങ്ങൾ വെക്കുമല്ലോ, അവിടെ എലി കയറുകയും എലി അവിടുത്തെ ലിനനെ കരണ്ട് വൃത്തികേടാക്കി. അപ്പം അവിടുത്തെ ബ്രദറിന് ഭയങ്കര സങ്കടമായി. അദ്ദേഹം വന്ന് ഈ ബ്രദറിനോട് മാർട്ടിൻ്റെ ഷെയർ ചെയ്യും. മാർട്ടിന് കാര്യങ്ങൾ മനസ്സിലായി. അവൻ പറമ്പിൽ പോയി എല്ലാ എലികളോടും വിളിക്കും. അപ്പൊ എലിയുടെ പ്രതിനിധി വരുന്നു, എലിയോട് സംസാരിക്കുന്നു. എന്റെയും കൂടി പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരാത്തത്, ശ്രദ്ധിക്കാത്തത്. പക്ഷെ ഇനി ഈ പറമ്പിൽ നിങ്ങൾ താമസിക്കരുത്, ഭക്ഷണം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം, ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ എൻ്റെ അടുത്ത് വരണം. ഇങ്ങനെ എലികളോട് സംസാരിച്ച് മനസ്സിലാക്കിപ്പിച്ച് എലികൾ പറമ്പിൽ നിന്ന് പോയി. അപ്പൊ മൃഗങ്ങളോട് സംസാരിക്കാൻ, പ്രത്യേകിച്ച് പട്ടി, പൂച്ച, എലി ഇവയോടൊക്കെ സംസാരിക്കാനുള്ള ഒരു കൃപ മാർട്ടിന് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു കാലമൊക്കെ താമസിച്ചു. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയാൻ, മാർട്ടിൻ രാവിലെ അവന്റെ കുട്ട നിറച്ച് ഭക്ഷണം എടുത്ത് ദരിദ്രർക്ക് കൊണ്ടുപോയി കൊടുക്കും. അപ്പൊ കൊടുക്കുന്ന അനുസരിച്ച് തീരുമല്ലോ. പക്ഷെ മാർട്ടിന്റെ കുട്ടയിൽ എപ്പോഴും ഭക്ഷണം ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. ഇനി ആശ്രമത്തിലെ കുറച്ച് കാലം ജീവിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു ദാരിദ്ര്യം അവിടെ വന്നു, ക്ഷാമം. ഈ ക്ഷാമത്തിൽ അത് ആശ്രമത്തെയും ബാധിച്ചു. ആശ്രമത്തിൽ ബാധിച്ച് കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യുന്നു, അച്ഛൻ ജീവിക്കാൻ വേണ്ടി ഓരോരോ സാധനങ്ങൾ വിൽക്കാൻ തുടങ്ങി. അപ്പൊ അവസാനം ഏറ്റവും നല്ല വില കൂടിയ ഒരു ഛായാചിത്രം, ഒരു വിദേശത്തു നിന്നുള്ള ഒരു പടം ഈ മനസ്സിലോടെ വിൽക്കാൻ പോകുമ്പോൾ മാർട്ടിൻ ആ അച്ഛൻ്റെ പറയും, അച്ഛാ അത് വിൽക്കണ്ട, എന്നെ വിറ്റാൽ ഇതിനേക്കാളും നല്ല കാശ് കിട്ടും.
പച്ച ഷോക്കായിപ്പോയി, സ്തബ്ധനായി. അച്ഛൻ കെട്ടിപ്പിടിച്ചിട്ട് പറയാം, എൻ്റെ മോനെ, ഭൂമിയിൽ നിന്നേക്കാൾ വിലയുള്ളതൊന്നുമില്ല, ഞാൻ ഒരിക്കലും നിന്നെ വിൽക്കില്ല. അപ്പോൾ ഈ അച്ഛന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവനെ എങ്ങനെയെങ്കിലും അച്ഛനാകാൻ, അതായത് ബ്രദറാക്കാൻ ശ്രമിച്ചു, ബ്രദറാക്കി. അങ്ങനെ ഒത്തിരി വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് 60 വയസ്സായപ്പോൾ അദ്ദേഹം മരിച്ചു. മരിക്കുന്നതിന് 4 ദിവസം മുമ്പ് സ്വന്തം മരണം മുൻകൂട്ടി കാണുകയും അതനുസരിച്ച് ഒരുങ്ങുകയും പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ വിശുദ്ധൻ ആരുടെയെങ്കിലും തലയിൽ കൈവച്ചാലോ കുരിശു വരച്ചാലോ ഒക്കെ അത്ഭുതം നടക്കുമായിരുന്നു. ഇങ്ങനെ വലിയ അത്ഭുതങ്ങൾ ചെയ്ത് മരിച്ച ഒരു വിശുദ്ധനാണ് മാർട്ടിൻ ഡി പോറസ്. അപ്പൊ ഈ വിശുദ്ധന്റെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ പരിഗണിക്കുന്നത് വിനയമാണ്, ലാളിത്യമാണ്. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും കളർ കോംപ്ലക്സോ സ്വന്തം ശരീരത്തിൽ ഇഷ്ടമില്ലെങ്കിലോ നമുക്ക് ഈ വിശുദ്ധനോട് മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം വിനയം, ലാളിത്യം ഒക്കെ കുറവാണ്, കാർക്കശ്യ സ്വഭാവമാണ് കൂടുതലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളിമപ്പെടുത്താൻ വേണ്ടി നമുക്ക് ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം യാചിക്കാം. ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ, നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക, അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. നമ്മൾ കേൾക്കുന്ന ഒരു ചൊല്ലുണ്ട്, താണ നിലത്തെ നീരോടും അവിടെ ദൈവം തുണയേകും. അങ്ങനെ നമുക്ക് ലാളിത്യത്തിലും വിനയത്തിലും വളരാൻ ഈ മാർട്ടിൻ ഡി പോറസിന്റെ മാധ്യസ്ഥം യാചിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.